അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാസിറുസ്സുന്ന എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളുടെ പ്രചരണത്തിനും സമസ്തയുടെ വിരോധികളുടെ കുപ്രചരണങ്ങളും പൊള്ളത്തരങ്ങളും സമൂഹത്തിന് തുറന്നു കാണിക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ചാനലിൽ ഇന്ന് ഇങ്ങനെ ഒരു ലൈവിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ തിരക്ക് പിടിച്ച ആളുകളാണ്, സമയം കുറവാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളിത് കേൾക്കാതിരിക്കലാണ് നല്ലത്. സൗകര്യം പോലെ സമയത്തിനനുസരിച്ച് റാഹത്തോടു കൂടെ കേൾക്കാൻ ശ്രമിക്കുക. കാരണം സാധാരണ സംസാരിക്കുന്നതിനേക്കാൾ അല്പം ദൈർഘ്യം ഈ വീഡിയോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പല ഭാഗങ്ങളിലും പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതായിട്ട് നമ്മളൊക്കെ അറിഞ്ഞു. നമ്മളത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യപ്പെട്ട കാര്യമായിട്ട് ആരും തലയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ജാതി പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ചില സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികളായ നമ്മളെ സ്നേഹിക്കുന്ന ചില ആളുകളൊക്കെ എനിക്ക് ചില പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ അയച്ചു തരികയാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്തതൊന്നും ഒക്കെ ആരാണ് എന്ന് ഞാൻ പറയാം. പക്ഷെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ പല ഭാഗങ്ങളിലും പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ എൻ്റെ നാട്ടിൽ, കരുളായി എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ, എൻ്റെ വാർഡിൽ നിന്നും, എൻ്റെ വാർഡ് ഒരു അറ്റത്താണ്, അതിന് പഞ്ചായത്തിന്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന വേറെ ഒരു വാർഡ്, ആ വാർഡുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് അവിടെ എൻ്റെ കുടുംബങ്ങൾ പോലും അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. അത്രയും ഒരു ബന്ധവും ഒരു കണക്ഷനും ഇല്ലാത്തൊരു വാർഡ് വേറൊരു വാർഡുണ്ട്. അപ്പൊ ആ വാർഡിൽ ഇതേപോലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി ഈ പ്രാവശ്യവും വിജയിച്ചു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് ഞാൻ എന്ത് പേച്ചുപ്പ? ഇത് എന്താണ്? ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും ഇതില് ഈ സൽമാൻ അസേരിയും ആ വാർഡും വോട്ടും ഒക്കെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പായിട്ട് എന്ത് കണക്ഷനാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, സത്യസന്ധമായ ഒരു അത്ഭുതകരമായ ഒരു കാര്യം ഞങ്ങളോട് പറയാണ്. ഞാന് കരുളായി പഞ്ചായത്തിൽ ആ വാർഡിൽ അങ്ങനെ, എനിക്ക് ആ വാർഡിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, അറിയില്ല, എനിക്കറിയില്ല. എന്തോ ഒരു, എനിക്കത്ര അറിയില്ല, ഓർമ്മയില്ല. സത്യസന്ധമായി പറയണം, എനിക്ക് ഓർമ്മയില്ല ആ വാർഡ്. ഞാനിപ്പോ എനിക്ക് മൈൻഡിലേക്ക് വരുന്നില്ല, വരികയാണെങ്കിൽ പറയാം. അപ്പൊ ആ വാർഡില് തെരഞ്ഞെടുപ്പ് നടന്നു എന്നും സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് എന്നും ഞാൻ അറിയുന്നത് സ്വഹാബികൾ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടും എന്റെ ഫോട്ടോ വെച്ചുകൊണ്ടും എനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയപ്പോഴാണ്. അതാണ് ഞാനും ആ ഇലക്ഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയാം. കേരളയിലുള്ള മുസ്ലിം ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാനുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. സഖാവായ ഞാനേ അപ്പോൾ ഈ ഞാനുള്ള ചില ഗ്രൂപ്പുകളിൽ ഈ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് അത്ര ഗൗനിച്ചിരുന്നില്ല. കാരണം ഒന്നാമത് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പിന്നാലെ നമ്മൾ പോയാൽ ചിലപ്പോൾ എല്ലാ ഗ്രൂപ്പും നോക്കി തീരുമ്പോഴേക്ക് അസ്രായേൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ളത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ എന്തോ സ്ഥാനാർത്ഥിയോ അതഞ്ഞ എന്തോ വേറെന്തോ, എനിക്ക് അത്രയൊന്നും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല, ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയുടെ പിതാവാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്ന ആള്, അവിടുത്തെ മെമ്പറായിരുന്ന ആള്. അദ്ദേഹം മരണപ്പെട്ടു. എൻ്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹം മരണപ്പെട്ടു. അവര് ഈ മുസ്ലിമീങ്ങളല്ല, അവര് പിന്നെ ഈ ദളിത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് തോന്നുന്നുണ്ട് അവിടെ നിന്നിട്ടുള്ളത്. ദളിത് ലീഗിന്റെ ആളുകളാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഈ കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയില്ല. ദളിത് ലീഗിന്റെ ആളാവാനാണ് സാധ്യത. കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് സജീവമായിട്ട് അത് ആഘോഷിക്കണമൊക്കെ കണ്ടിരുന്നത്. അപ്പോ
അദ്ദേഹം പെട്ടെന്ന് ഇപ്പൊ അടുത്ത് കുറച്ചു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ മകനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ അതേ ഷെയ്പ്പാണ് മോനുള്ളത്. അച്ഛന്റെ അതേ ഷെയ്പ്പാണ്, മുഖ ഷെയ്പ്പാണ് ഈ മാൻ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും ചെയ്ത്, ഏട്ടന്റെ അതേ ഒരു ഷെയ്പ്പാണല്ലോ, അതേ ചായ ആണല്ലോ എന്നൊക്കെ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് എനിക്കറിയില്ല, ഇലക്ഷന്റെ ദിവസം എന്താന്ന് എനിക്കറിയില്ല, ഒരു കഥ എൻ്റെ അടുത്തില്ല. അങ്ങനെ ആ കുട്ടി ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വോട്ട് കൂടുതലും കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും കിട്ടും. കാരണം അദ്ദേഹം ഒരു പരോപകാരിയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തോട് ആളുകൾക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അതേ ഫേസാണ്, അദ്ദേഹത്തിന്റെ അതേ സ്വഭാവം ആയിരിക്കും ആവട്ടെ. ഏതായാലും അദ്ദേഹത്തിന്റെ മരണപ്പെട്ട സ്ഥാനാർത്ഥിയുടെ മകൻ തന്നെ അവിടെ മത്സരിക്കുകയാണ്. അദ്ദേഹം വിജയിച്ചു. അപ്പോൾ 360 വോട്ട് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം 60 വോട്ടിനാണ് വിജയിച്ചിരുന്നത്. അപ്പോൾ ഷജറ നേതാവ് സൽമാൻ അസ്ഹരിക്ക് ടവറിന്റെ തോട്ടിൽ റേഞ്ച് ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ടീം സമസ്ത കരുളായി പണിയെടുത്തിട്ടും മുസ്ലിം ലീഗ് തൂത്തുവാരി എന്തൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ ഞാനും ആ എലക്ഷനും തമ്മിലുള്ള കണക്ഷൻ എന്താന്നുള്ളത്. ഇതിന്റെ നാട്ടിലെ ലീഗുകാർക്ക് എന്തായാലും ഇത് അറിയിരിക്കും. ഇതിലെ നല്ലൊരു ഈ സുഹാബികളെ മനസ്സിലാക്കാൻ നല്ലൊരു അവസരമാണിത്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിക്കപ്പെടുന്നത് എന്നും എങ്ങനെയാണ് ലീഗ് വിരുദ്ധരാക്കി ചാപ്പയടിക്കപ്പെടുന്നത് എന്നും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സംഘത്തെ ലീഗിന്റെ ശത്രുക്കളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നും യഥാർത്ഥ മുസ്ലിം ലീഗുകാർക്ക് തിരിച്ചറിയാൻ നല്ലൊരു സുവർണാവസരമാണിത്. കാരണം ഞാന് ഈ എലക്ഷന്റെ റിസൾട്ട് ഇങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്നറിയുന്നത് സ്വഹാബികൾ എനിക്കെതിരെ എന്റെ പേരും വെച്ച് പോസ്റ്റർ ഇട്ട ശേഷമാണ്. അങ്ങനെയുള്ള ഞാന് ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പണിയെടുത്തു എന്നും അതിന് പിന്നിൽ നിന്ന് കളിച്ചു എന്നൊക്കെയാണ് ഓരോരുത്തർ പറയണത്. ഒന്ന്, എനിക്ക് ആ വാർഡായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, എന്റെ വാർഡും അല്ലാതെ. 2, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവരം ഞാൻ അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കേണ്ട കാര്യമല്ല. പിന്നെ ഇതില് ടീം സമസ്ത കരുളായി വർക്ക് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ടീം സമസ്ത പൊന്നാനിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കത് അറിയായിട്ടൊന്നുമല്ല. ഞാന് ഒരു വിഷയം പറയാം. ടീം സമസ്ത പൊന്നാനി എന്നതിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരാണ് എന്നും ആ സംഘം എങ്ങനെയുണ്ടായി എന്നും ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്നും പാർട്ടി തല അന്വേഷണം നടത്താൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന, ഇതൊരു വിഷയമാക്കി എടുക്കുന്ന ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. ടീം സമസ്ത പൊന്നാനി എന്ന കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഷജറകളുടെ സംഘം അല്ലെങ്കിൽ സമസ്തക്കാരുടെ സംഘം അല്ലെങ്കിൽ SKSFന്റെ നേതാക്കൾ നടത്തുന്ന സംഘം എന്ന രീതിയിലൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ടീം സമസ്ത പൊന്നാനി എന്ന ആ സംഘത്തിന്റെ തുടക്കം എവിടെ നിന്ന്, നേതൃത്വം ആരിലൂടെ, എന്തായിരുന്നു ആ സംഘത്തിന്റെ ലക്ഷ്യം, ഇത് മുസ്ലിം ലീഗിന്റെ പാർട്ടി തല അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? അന്വേഷണം നടത്തിയാൽ എവിടേക്കാണ് അതിന്റെ വേരുകൾ നീങ്ങുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതൊന്നും പറയാതിരിക്കണം എന്താണെന്നറിയോ? പല പ്രധാനികളുടെയും പൊയ്മുഖം താഴെ വീഴും, മുഖം മൂടി അഴിഞ്ഞു മാറും. എന്തിനാണ് ടീം സമസ്ത പൊന്നാനി എന്ന ഒരു പ്രൊപ്പഗണ്ട, ഒരു ലെറ്റർ പേഡിൽ പലതും എഴുതി വിടലുകൾ, ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. കാരണം ഇപ്പോ വലിയ ഷജറകളുടെ പ്രധാനപ്പെട്ട ഒരു ഷജറയായിട്ട് സുഹാബികൾ സോഷ്യൽ മീഡിയയിൽ എന്നെ അവരോധിക്കാറുണ്ട്. ഞാൻ ഒരു നേതാവും അല്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അവരങ്ങനെ ആരോപിക്കാറുണ്ട്. മൂത്ത ഷജറ എന്നൊക്കെ പറയാ. ഈ മൂത്ത ഷജറയായ ഞാന് ടീം സമസ്ത പൊന്നാനിയുടെ ആ ആളുകൾ ആരാണെന്നോ അതിന്റെ പ്രവർത്തനം എന്താണെന്നോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു മെമ്പറെ പോലും എനിക്ക് ഇതുവരെ പരിചയമല്ല, എനിക്കറിയില്ല. കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഘം, ഒരു വ്യക്തി പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സംഘം
എങ്ങനെയുണ്ടായി, ആരുണ്ടാക്കി, ഇത് സത്യസന്ധമായി ഒരന്വേഷണം നടത്താൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെയും സമസ്തയെയും സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്യത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവരൊരു അന്വേഷണം നടത്തുന്നത് നല്ലതാ. ഞാൻ അടുത്ത പ്രാവശ്യമെങ്കിലും ഫിത്തന ഒഴിവാകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ ആരെന്ത് ഫിത്തന കളിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്ത് SKSF അത് അതിന്റെ വഴിക്ക് പോകും. ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യും. സംസാരിക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ സംസാരിക്കും. അമ്പെ പരാജയപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ശത്രുക്കൾ ഈ പ്രസ്ഥാനത്തെയും ഈ ആശയത്തെയും ഈ ആദർശത്തെയും നശിപ്പിച്ച് നാമാവശേഷമാക്കി നമുക്ക് വായനക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോ അപ്പൊ പടച്ചവനോട് നമുക്ക് പറയാം, റബ്ബേ ഇങ്ങനെ കൂടി സംസാരിക്കാൻ കഴിയില്ല റബ്ബേ എന്ന് പറയാം. പക്ഷേ ഞാൻ ദുആ ചെയ്യാറുള്ളത്, അള്ളാഹുവേ സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും സമസ്തയുടെ ആലിമീങ്ങൾക്കും ഇസ്സത്ത് നഷ്ടപ്പെടുകയും ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ കളിപ്പാവയായി എറിഞ്ഞു കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ഈ ഉമ്മത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ ദില്ലത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യുകയാണെങ്കിൽ എന്റെ റബ്ബേ അത് കാണാൻ എന്നെ നീ ബാക്കി വെക്കരുതേ എന്നാ ഞാൻ ദ്വാരക്കാറുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അവിടെ എലക്ഷൻ, ഇവിടെ ജയിക്കൽ, അവിടെ തോൽപ്പിക്കൽ, ജയിപ്പിക്കൽ, ഇതൊന്നും നമ്മളെ വിഷയമല്ല. അതന്നെയാണ് കരുളായിലും സംഭവിച്ചത്. ഞാനത് അറിയില്ല കൂട്ടരെ. അങ്ങനെ ഒരു എലക്ഷൻ നടന്ന വിവരം ഞാൻ അറിയണത് സ്വഹാബികൾ എന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴാണ്. എന്റെ നാട്ടിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, ഞാൻ പേരുകളൊന്നും പറയണില്ല, അദ്ദേഹം കോഴിക്കോട് നല്ലളം ഭാഗത്തുള്ള നമ്മളെ മുസ്ലിം ലീഗ് അല്ലത് മായീൻ ലീഗ് അല്ലത് മുസ്ലിം ലീഗ് എന്ന മുദ്രാവാക്യം വിളിച്ചു പോയില്ലേ, മുസ്ലിം ലീഗിൽ ഗ്രൂപ്പിസം കളിച്ചറിഞ്ഞൊരുത്തൻ, അവൻ ഫേസ്ബുക്കിൽ എന്റെ പേര് വെച്ചിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നെന്തോ അത് ഡിലീറ്റ് ചെയ്ത്. അപ്പോ ആ പോസ്റ്റിന്റെ താഴെ എന്റെ നാട്ടുകാരനായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്ത്, ഇത് തെറ്റായ സന്ദേശമാണ്, തെറ്റായ വാർത്തയാണ്, അവിടെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്ന് കമന്റ് ചെയ്തിരുന്നു. ഞാനത് എന്റെ ഫോണിൽ അതുണ്ട്, അങ്ങനെ കമന്റ് ചെയ്തിരുന്നു. എന്റെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ മുഖങ്ങൾ, മാന്യന്മാരായ തലതെറിച്ചവരെല്ലാ നാട്ടിലും ഉണ്ടാവും. അവർക്ക് ലീഗും ഉണ്ടാവില്ല, ദീനും ഉണ്ടാവില്ല, സമസ്തയും ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല. അവർക്ക് ഒരു തരം പ്രത്യേകമായ ആവേശത്തിൽ ചാടി ഓടി അവിടെ എഴുതി ഇവിടെ കമന്റ് എഴുതി ആർക്കണം, അങ്ങനെ അതല്ല. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നിലക്കുള്ള ആളുകളൊക്കെ പേജുകൾ, എനിക്കറിയുന്ന പേജുകളൊക്കെ ഞാൻ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി. അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് അതിലൊന്നും ഇങ്ങനത്തെ ഒരു ചർച്ചയൊന്നുമില്ല. അപ്പൊ നമ്മളെ നാട്ടിലെ ലീഗർക്ക് അങ്ങനെ അവർക്ക് അറിയാലോ, ഞാൻ ആ വിഷയമായിട്ടൊരു കണക്ഷനും ഇല്ല എന്നുള്ള അവർക്കറിയാം. പക്ഷേ സുഹാബികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. സുഹാബികൾ എന്ന് ഞാൻ പറയുമ്പോൾ ലീഗുകാരാണ് എന്ന് നിങ്ങൾ അതിന് വ്യാഖ്യാനം കണ്ടത്. അവർ ലീഗുകാരൊന്നുമല്ല. അവരെ പ്രധാനപ്പെട്ട പണി, അതിന്റെ നാൾ വഴികളെ കുറിച്ച് ഞാൻ പറയാം. അതിന്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ CICയും സമസ്തയും തമ്മിലുള്ള വിഷയമൊന്നും അല്ല പ്രധാന വിഷയം. അതൊക്കെ ഒരു ടൂള് മാത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അസ്തിത്വത്തെയും സമസ്തയുടെ ആധിപത്യത്തെയും സമൂഹത്തിലുള്ള അംഗീകാരത്തെയും കുറച്ചു കാണിക്കാനും നശിപ്പിച്ചു കളയാനും കാലങ്ങളായി ഇവിടെ ചില കേന്ദ്രങ്ങൾ കാര്യമായ പണിയെടുക്കുന്നുണ്ട്. അവര് പല നിലക്കുള്ള പണികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ നേതാക്കൾക്കെതിരെ, സമസ്തയുടെ ചില തീരുമാനങ്ങളെ, ഇങ്ങനെയൊക്കെ പല കളികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ അപ്രമാദിത്വത്തെ തകർക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ, അതൊക്കെ ആരാന്നുള്ളത് എല്ലാവർക്കും ഒക്കെ കേരളത്തിലുള്ള കണ്ണും കാതുള്ള മനുഷ്യന്മാർക്കൊക്കെ കുറെയൊക്കെ അറിയാലോ ഏത് കേന്ദ്രങ്ങളായിരിക്കുന്നു. നിലവിലെ ലൈവായിട്ട് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആർക്കും അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ അവർക്ക് സുന്നത്ത് ജമാഅത്ത്, സമസ്ത ഇത്തരം കാര്യങ്ങളിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. മറ്റുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളെക്കാൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പൂർണ്ണമായ യശസ്സിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ അസ്വസ്ഥതപ്പെടുന്ന ചില കേന്ദ്രങ്ങൾ, അത്രേ ഇപ്പൊ ഞാൻ പറയണുള്ളൂ. അവര് സമസ്ത നമ്മളെക്കാൾ മേലെ പോകുന്നു എന്ന അവരുടെ ആ ആധിയിൽ നിന്ന്,
സമസ്തയെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയുള്ള പല നിലക്കുള്ള ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടേണ്ടായിരുന്നു. അതിന്റെ ഇടക്കാണ് ഈ CIC-യുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ ഈ CIC-യെ അവര് ആ വിഭാഗം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത അതാണ്. CIC ആവട്ടെ, CIC-യുടെ നേതാവിനെ നമുക്കറിയാലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം സമൂഹത്തോടോ ശിഷ്യന്മാരോടോ ഉമ്മത്തിനോടോ അയാൾക്ക് ഒരു ബാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെതായ ചില ആശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് പുറത്തുനിന്നൊക്കെ കണ്ടും അറിഞ്ഞും ചില താല്പര്യമുള്ള ചില പ്രത്യേകമായ ആശയങ്ങളുണ്ട്, ഈ ആഗോളാശയം. ആ നിലക്കുള്ള ഒരു കമ്മ്യൂണിറ്റിയെയും ഒരു 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 വിഭാഗത്തെയും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി അയാളും കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അതിന്റെ ഫലമാണ് സമസ്തയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ എങ്ങനെങ്കിലും ഉടക്ക് വെക്കാനുള്ള എല്ലാ കളികളും അദ്ദേഹം നടത്തിയത്. അപ്പോ ഈ വിഭാഗം ശരിക്ക് അവരെ ടൂളായിട്ട് ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ അത് മാത്രമാണ് ഇവിടെ പ്രശ്നം എന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം അവരെന്താ ചെയ്തിരുന്നത്? ആദ്യം അവര് സമസ്തയുടെ ചില നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുവാപ്പ, അതേപോലെ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ സമസ്തയുടെ സമുന്നതനായ നേതാക്കളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ദുഷ്പ്രചാരണങ്ങളും ആരോപണങ്ങളും നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. വ്യാജ അക്കൗണ്ടുകളും വ്യാജ ഐഡികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് തുടർന്ന് പോകുമ്പോഴാണ് പിന്നെ ഈ അത് വിലപ്പോവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളിൽ ചില ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുക. കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കും. ഇത് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അതൊരു പരിധിവരെ അവരുടെ ഫലം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇവർ സഖാവാക്കി ചിത്രീകരിച്ചില്ലേ? ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ ഇവർ സഖാവാക്കി ചിത്രീകരിച്ചില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെ ഇവർ സഖാവാക്കി ചിത്രീകരിച്ചില്ലേ? സത്താർ പന്തല്ലൂരിനെ സഖാവാക്കിയില്ലേ? അങ്ങനെ എത്രയെത്ര ആലിമീങ്ങളെയാണ് ഇവർ സഖാക്കളാക്കി മാറ്റിയത്. സഖാക്കളാക്കിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഏജന്റുമാരാണ്, അവര് സഖാക്കളാണ് എന്ന് പച്ചയായിട്ട് എഴുതുകയാണ്. ആരാ എഴുതുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ലീഗിന്റെ ആളുകളൊന്നുമല്ല. ഈ സമസ്തയുടെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും തെറി പറയാനും അവർക്കെതിരെ തോന്നിവാസം എഴുതാനും മാത്രം ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്ന വ്യക്തികളും വാട്സപ്പിലെ ചില ഗ്രൂപ്പുകളും. ഉമ്മത്ത് മുന്നോട്ട് എന്ന ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ എനിക്കെതിരെ ഈ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ എന്ന പേരിൽ ഉണ്ടാക്കിയപ്പെട്ട ഗ്രൂപ്പ്. സകല ഫിത്തനയും അവിടെ നിന്നാണ് വരുന്നത്. അവര് ഈ കഥകളൊന്നും അറിയാതെ ആ സംഘമാണ് സുഹാബികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ സംഘത്തെയാണ് നമ്മൾ സുഹാബികൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെയും നമ്മൾ സുഹാബികൾ എന്ന് വിളിക്കേണ്ടതില്ല. അവര് ലീഗുകാരാണ്. അവരിൽ ചിലർ, ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഈ പ്രവൃത്തി ഏകദേശം ഫലം കണ്ടിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളായ പലരും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും സമസ്തക്കെതിരെയും ഇവരുടെ ഭാഷയിൽ ശജറപ്രയോഗവും ഇവരുടെ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് ആരോപണവും നടത്തിപ്പോന്നത്. അന്തവും തലയില്ലാത്ത ചില ലീഗിന്റെ നേതാക്കളടക്കം അവരുടെ ഈ കെണിയിൽപ്പെട്ടു. അവരുടെ ആ ഫലം വിജയിച്ചു എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ ഇതിന്റെ ശില്പികൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗമാണ്. അവരൊന്ന് മാറ്റിപ്പിടിച്ചതാണ് ഇതിനെ മറ്റൊരു രാഷ്ട്രീയ ലൈനിലേക്ക് കൊണ്ടുപോയി ഇതിനെ കുളമാക്കുക എന്നത്. അത് കുറെ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് പല നിലക്കും പല ആലിമീങ്ങൾക്കെതിരെയും ഇവര് ഈ കമ്മ്യൂണിസ്റ്റ് ആരോപണവും കമ്മ്യൂണിസ്റ്റ് ചാപ്പയും അടിച്ചുകൊണ്ടിരുന്നത്. CIC-ക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിന്റെ ഇടയിൽ ഇവരുടെ ടൂള് മാത്രമായി മാറുകയാണ്. അവർക്ക് എങ്ങനെങ്കിലും ഒരു പിടിവള്ളി കിട്ടണം. അവരുടെ ഈ സമസ്തയിട്ട് യോജിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മര്യാദയ്ക്ക് പോകാലോ. അതിനവർ തയ്യാറാവാതെ
ഇരിക്കുകയും അപ്പൊ അയാൾക്ക് ചില താല്പര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അപ്പൊ അവര് ഒരു പിടിവള്ളി എന്നുള്ള നിലക്ക് ഇവരുടെ ഈ ടൂളായിട്ട് അവര് അടിമകളായിട്ട് മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. ആ കെണിയിൽ പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ ലീഗുകാരായ ചില ആളുകൾ, അവർക്ക് പ്രാസ്ഥാനികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാവില്ല, വർക്ക് ചെയ്ത ഒരു പരിചയം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളും ഇവരുടെ കൂടെ കൂടി കൊടുക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ കെണിയിൽ പെട്ടുകൊണ്ട് പിന്നെ പലരും സമസ്തയുടെ നേതാക്കൾക്കെതിരെ പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ വേണ്ടി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും നടക്കാതെ പോകുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താ? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞല്ലോ, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നാട്ടിൽ വന്നാൽ അത് പരിഹരിക്കും, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, സമസ്തയുടെ തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചില്ലെങ്കിൽ സ്വാദിഖ് അതിന്റെ തലപ്പത്തുണ്ടാവില്ല എന്ന് സമൂഹത്തോട് പറഞ്ഞോളൂ എന്ന് എന്നോട് പറഞ്ഞു എന്ന് പൂക്കോട്ടൂർ പരസ്യമായി പ്രസംഗിച്ചതല്ലേ? തൊയ്യബ് വൈസി പ്രസംഗിച്ചില്ലേ? അപ്പൊ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കലും അവരോട് കളവ് പറഞ്ഞ് അവരെ വണ്ടി കയറ്റിയതല്ലത്. തങ്ങൾ ആത്മാർത്ഥമായും ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞത്. പിന്നെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതിന് തടസ്സമുണ്ടായത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കാതെ പോയത് എങ്ങനെയാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയ കുറെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ആരാണ് കാരണക്കാരെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇത് തീരരുത്, ഈ ടൂള് നഷ്ടപ്പെടുത്താൻ പാടില്ല അവർക്ക്. ആ ടൂള് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കപ്പെടാതെ അനന്തമായി ഇത്രയും വർഷം നീണ്ടു പോണത്. ഇതൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം അവര് സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ അസഭ്യവർഷവും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് പല നിലക്കും ഫേസ്ബുക്ക് പേജുകളിലൂടെയും മറ്റുമൊക്കെ വ്യാജ ഐഡികളിലും മറ്റും അവർ എഴുതി പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ജിഫ്രി തങ്ങള്, MT ഉസ്താദിനെ പോലുള്ള ആളുകളെയൊക്കെ അവർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. അത് വില പോകില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവരെടുത്ത അടുത്ത നയം, അടുത്ത അവരുടെ ഒരു രീതി, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടി ഈ പണ്ഡിതന്മാരെയൊക്കെ സഖാക്കളാക്കി ചാപ്പ കുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വസ്തുത എന്താ? സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തെ ആയിരക്കണക്കിന് പ്രഭാഷണം നടത്തിയത് യൂട്യൂബിലും മറ്റും കാണാം. ഇന്ന് വരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രസംഗം നടത്തിയത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി പിന്തുണ അറിയിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ ആരോപിക്കുക, അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരിക, അപ്പോഴാണ് ഈ വർഗത്തിനെ കൂടെ കിട്ടുള്ളൂ. ദീനില്ലാത്ത കുറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെ കൂടെ കിട്ടണമെങ്കിൽ ആ കൂടുതൽ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളെ കൂടെ കിട്ടുള്ളൂ. തെറി പറയണതിന് ഒരു മടി ഉണ്ടാവില്ല. അപ്പോ ചെറിയൊരു തെറിന്റെ വേർഡ് ഇവിടെ ഇട്ടുകൊടുത്താൽ മതി, അവർ ആ തെറിയായിട്ട് അങ്ങനെ നടന്നോളും. അതിനു വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ടൂളുകളാണ്. പിന്നെ ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ സഖാവാക്കി. ഉമർ ഫൈസി ഉസ്താദ് ഇന്ന് വരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി എതിർത്തുകൊണ്ടൊരു പ്രഭാഷണം നടത്തിയത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. തിരിച്ചുണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ മുക്കം ഉമർ ഫൈസി ഉസ്താദ് സഖാവായി? പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അമ്പലക്കടവ്, അദ്ദേഹത്തെ സഖാവാക്കി ആരോപിക്കുന്നു. ഹമീദ് ഫൈസി ഉസ്താദ് ഇന്ന് വരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ രാഷ്ട്രീയമായി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ മിനിറ്റ് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? കേൾപ്പിച്ചു തരാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരി. കമ്മ്യൂണിസ്റ്റിന് പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്ക് വെള്ള പൂശിക്കൊണ്ട് രാഷ്ട്രീയമായി അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയതുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് സഖാവായി? അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ലീഗുകാർ ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കി നിലനിർത്തിയിട്ടുണ്ട്. നാട്ടുകാർക്ക് ലീഗുകാരനായ ഒരു മനുഷ്യൻ UAE-യിലും സൗദിയിലും അവിടെ ഇവിടെയും കിടക്കുന്ന ഹമീദ് ഫൈസിയെ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത ആളുകൾക്ക് ഹമീദ് ഫൈസി എങ്ങനെ സഖാവാകുക? മൂപ്പര നാട്ടുകാർക്ക് മൂപ്പര് ഇപ്പോഴും ലീഗുകാരനാണ്. ഇനി എന്റെ കാര്യം എടുക്കാം. ഞാനിപ്പോ ഇതിൽ ആരൊരു കക്ഷിയല്ല, ഞാനിതിലൊന്നൊരു കക്ഷിയല്ലാത്ത ആളാണ്. ഞാൻ ഒന്നിന്റെയും നേതാവല്ല, ഒരു അധികാര സ്ഥാനങ്ങളിലും ഞാനില്ല. അങ്ങനത്തെ എന്നെ പിടിച്ചിട്ടും സഖാവാക്കുന്നു. ഞാൻ നാട്ടിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന രീതിയിൽ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നു. ലീഗുകാരല്ല,
ലീഗുകാരങ്ങനെ നടത്തുന്നതാണെങ്കിൽ അതിനൊരു രസമുണ്ട്. അവരുടെ കയ്യിൽ എന്താണ് തെളിവ് എന്ന് അവരോട് ചോദിക്കാം. ഇത് സുഹാബികളാണ് നടത്തുന്നത്. എന്താ അടിസ്ഥാനം? ഒരടിസ്ഥാനമല്ല, വെറുതെ പ്രചരണം. ഇനി അടുത്ത വർഷം ഇന്നിപ്പോ ഈ വിട്ട പോസ്റ്റുകളൊക്കെ കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം സൽമാൻ അസേരി കരുളായില് ലീഗിനെതിരെ പണിയെടുത്തിട്ട് എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചിട്ട്, അപ്പൊ ആളുകളും വിചാരിക്കും ആ ശരിയാ, ഇയാൾ അപ്പൊ ലീഗിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പണി. അതായത് ഗീബൽസ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഗീബൽസുമാരാണ്. അതിൽ തൊപ്പിയിട്ട ഗീബൽസുമാരുണ്ട്, ടൈ കെട്ടിയ ഗീബൽസുമാരുമുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ അത് വസ്തുതയാണ് എന്ന് അറിയാതെ മനസ്സിലേക്ക് അത് രൂഢമൂലമാവുക എന്നത് മനുഷ്യന്റെ ഒരു സൈക്കോളജിയാ. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പിന്തിരിപ്പൻ സമസ്ത വിരുദ്ധ ദീനീ വിരുദ്ധ ലോബികൾ. അത് നമ്മൾ തിരിച്ചറിയണം. എന്നെ കുറിച്ച് ആ ചാപ്പ കുത്തി. ഞാൻ ഇന്ന് വരെ എൻ്റെ എഴുത്തുകൾ, എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ സജീവമാണല്ലോ. ഫേസ്ബുക്ക് പേജിൽ, അതേപോലെ എൻ്റെ പ്രസംഗങ്ങളിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ സംസാരിക്കുന്നതിൽ, പരസ്യമായി ഞാൻ സ്റ്റേജ് പ്രസംഗങ്ങൾ നടത്തിയതും ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. യൂട്യൂബില് നാസിർ സുന്നയിലൂടെ ഞാൻ അതാത് സമകാലിക വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന നിരവധി വീഡിയോകളുണ്ട്. എവിടെയെങ്കിലും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടൊരു പ്രഭാഷണം നടത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എഴുതിയത് കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? ലീഗിനെ നശിപ്പിക്കുക. ഇവരുടെ ലക്ഷ്യം സമസ്തയെ നശിപ്പിക്കലാണ്. പക്ഷേ ഇതിന്റെ നാശം ലീഗിനാണ്. എന്റെ നാട്ടിൽ ഇന്ന് വരെ, എന്റെ നാട്ടിലെ ലീഗുകാർ കുറെ ഉണ്ടാവുമല്ലോ, ഇത് കേൾക്കുകയാണെങ്കിൽ അവരാരെങ്കിലും പറയട്ടെ, ഇന്ന് വരെ എന്റെ നാട്ടിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കെതിരിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയത് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ച് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തലപ്പാവ് ധരിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ ഞാൻ നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ കൂടെ വീടാന്തരം കയറി വോട്ട് പിടിക്കാൻ തലപ്പാവ് ധരിച്ച് നടന്നവനാ ഞാൻ. അതേപോലെ ഇപ്പോ എനിക്ക് തോന്നുന്നത് ഒരു അടുത്ത് 4 വർഷം, കൊറോണയുടെ മുമ്പാണോ ശേഷമാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും നിലമ്പൂര് നമ്മളെ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രോഗ്രാം നടക്കുകയാണ്. ഒരു സമ്മേളനം, ഒരു ക്യാമ്പോ സമ്മേളനോ, ഒരു അത്യാവശ്യം ആളുകളൊക്കെ ഉള്ള ആ ഓഡിറ്റോറിയം ഫുൾ ആളുണ്ടായിരുന്നു. നല്ല ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടി, നേതാക്കളൊക്കെ പങ്കെടുത്തതിന് പരിപാടിയാ. ആ പരിപാടി ഖിറാഅത്ത് ഓതി ആരംഭം കുറിച്ചത് ഞാനാണ്. ഈ പറയുന്ന സഖാവാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന സൽമാൻ അസേരി ഇപ്പൊ 4 കൊല്ലോ 3 കൊല്ലോ ആയിട്ടുണ്ടാവും. അങ്ങനത്തെ എന്നെ, ഞാൻ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി നാട്ടിൽ പ്രവർത്തിച്ചു എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റായ സന്ദേശം കൊടുത്ത് കള്ളപ്രചരണം നടത്തുന്ന കുബുദ്ധികൾ, ഇവരാണ് ഈ ഉമ്മത്തിന്റെ ശാപം. ഇന്ന് നിലവിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും കാണുന്ന എല്ലാ വിഴുപ്പലക്കലിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കാണ്. ഒരു സംശയം അക്കാര്യത്തില്ല. കള്ളപ്രചരണങ്ങൾ നടത്തുക, ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ഞാനിത് പ്രതികരിച്ചു. എന്റെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി, അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കൂല. അതുകൊണ്ട് ആളുകൾ പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഹമീദ് ഫൈസിയോട് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ നിങ്ങൾക്ക് പരസ്യമായിട്ട് പ്രതികരിച്ചുകൂടെ? വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തുതരാം, ഞാൻ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുതരാം. വ്യക്തിപരമായ ആരോപണങ്ങൾക്കെതിരെ മറുപടി പറയാൻ വേണ്ടി 1-ലധികം പ്രാവശ്യം ഹമീദ് ഫൈസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചിരിക്കും, ഒന്നും പറയില്ല. ഞാൻ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടത് ഒറ്റ പ്രാവശ്യം. ഹമീദ് ഫൈസിയെ അറിയാത്ത ആളുകൾക്ക് ഹമീദ് ഫൈസി ഈ പറഞ്ഞ ഈ ഹംക്കുകളൊക്കെ കൂടിയിട്ട് വില്ലനാക്കി അവതരിപ്പിച്ചു വെച്ചിരിക്കല്ലേ. എന്നെ കുറിച്ച് ഇപ്പൊ എഴുതി വിട്ട നോണാണ്ടില്ലേ, ഇതേപോലെയുള്ള പച്ചക്കളവുകൾ എഴുതി പിടിപ്പിച്ചിട്ട് ഈ ഉസ്താദുമാരെയും ആലിമീങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യരാക്കാനുള്ള എല്ലാ പണിവരെടുത്തില്ല. ഇവരുടെ ലക്ഷ്യതാണ് സമസ്തയെ തകർക്കാൻ, സമസ്തയുടെ നെടുന്തൂണുകളായ ആലിമീങ്ങളെ തകർക്കാൻ, അവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുക. ഇപ്പൊ ഹമീദ് ഫൈസിയോട് ഞാനൊരിക്കൽ അദ്ദേഹത്തിനെ ശക്തമായി ക്രൂശിക്കുന്ന ഒരു സമയമാണ് സോഷ്യൽ മീഡിയയിൽ.
ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എവിടെ നോക്കിയാലും ഹമീദ് ഫൈസി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാത്ത ആ മനുഷ്യനെ നിരന്തരം വേട്ടയാട്. ആര് എവിടെ എന്ത് പറഞ്ഞാലും അതൊക്കെ ഹമീദ് ഫൈസി ഉണ്ടാക്കി കുത്തിത്തിരിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി അദ്ദേഹത്തെ ക്രൂശിക്കുക. വേദന കൊണ്ട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അന്ന് നമ്മൾക്കെതിരൊന്നും ഇത്ര വലിയ ആരോപണങ്ങളും ഗുരുതരമായ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങളൊന്നും അന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഞാനയച്ച് ഒന്നും മറുപടി പറഞ്ഞില്ല. മൂപ്പര് ചിരിക്കുക ചെയ്ത്, അങ്ങനെ ഒരു ചെറിയൊരു പുഞ്ചിരി, അതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെന്നെയാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്താലും മുഅ്മിനീങ്ങളായ ഖൽബിൽ ദീനും ഈമാനും സമസ്തയുള്ള ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിങ്ങൾ ഇപ്പോഴും രാജകുമാരനാണ്. അവരുടെ പ്രാർത്ഥന എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, അതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഹമീദ് ഫൈസി ഉസ്താദിന്റെ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകി. അത് ഞാൻ കണ്ടതാ. അതന്നെ, ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയാണ് ഇവർ ഈ വേട്ടയാടുന്നത്. അവരെ പല ആരോപണങ്ങൾ ഉന്നയിക്കുക. അവരോടുള്ള വ്യക്തിവിരോധമല്ല, അവർ സമസ്തയ്ക്ക് വേണ്ടി കൂടുതൽ സംസാരിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ക്രൂശിക്കുക. അതാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ അർത്ഥത്തിലാണ് ഇതും ഇപ്പോ നിലവിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോ ഞാനും ലീഗുകാരനാണ്, നിങ്ങൾ ലീഗുകാരൻ തന്നെ ആയിട്ട് അംഗീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, നിങ്ങൾ PMA സലാമിനെതിരെ സംസാരിച്ചില്ലേ? മുഹമ്മദ് ഫൈസി, KM ഷാജിക്കെതിരെ നിങ്ങൾ സംസാരിച്ചില്ലേ? അല്ലെങ്കിൽ ഹമീദ് ഫൈസി സംസാരിച്ചില്ലേ? KM ഷാജിക്കെതിരെയാണ് സംസാരിച്ചത്. KM ഷാജി മുസ്ലിം ലീഗുകാരനാണ്. പക്ഷേ മുസ്ലിം ലീഗ് KM ഷാജി അല്ല. PMA സലാം അടുത്ത കാലത്ത് മുസ്ലിം ലീഗ് കുറെ പൊളിക്കാൻ നടന്നെങ്കിലും നടന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് വന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ PMA സലാം മുസ്ലിം ലീഗ് PMA സലാം അല്ല. നമ്മൾ വിമർശിക്കാൻ ഉണ്ട സാഹചര്യം ഉണ്ടായത് അവർ സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോഴാണ്. അത് എവൻ തിരിഞ്ഞാലും വിമർശിക്കും, അതിൽ ഒരു സംശയമല്ല. ആര് തിരിഞ്ഞാലും വിമർശിക്കും. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വിമർശനങ്ങളെ നമ്മൾ നേരിടും, അതിലൊരു സംശയമല്ല. അത് നമ്മൾ മുസ്ലിം ലീഗിന്റെ പുറത്തായതുകൊണ്ടോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനായതുകൊണ്ടോ ഒന്നുമല്ല. അപ്പോ അത് സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ നമ്മൾ സംസാരിക്കും, സമസ്തന്റെ ആളുകൾ സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെങ്കിലും ഒരു ലീഗുകാരനായിട്ട് ഇനിയും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയാനല്ല ഈ പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മുസ്ലിം ലീഗിന്റെ കൂടെ നടന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ. ഇന്നും പാർട്ടി മാറിയിട്ടൊന്നുമില്ല, പക്ഷെ പഴയ ആവേശമൊന്നും ഇപ്പല്ല. അതൊരു സത്യ. കാരണം എന്താന്ന് ചോദിച്ചാൽ, അത് ഈ സുഹാബികളുടെ കളിയിൽ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പല പാർട്ടിക്കാരായ ആളുകളും, എന്റെ നാട്ടിലെ ലീഗുകാരടക്കം ഞാൻ ലീഗ് വിരുദ്ധനാണോ എന്ന് അവരെന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരുടെ പ്രചരണം കാരണം ഞാൻ ലീഗിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എന്റെ നാട്ടിലെ ഒരു ലീഗുകാരനോട് ചോദിച്ചാലും ലീഗിനെതിരെ ഞാൻ വിരൽ ചലിപ്പിച്ച ഒരവസ്ഥ പോലും തെളിയിച്ചു തരാൻ ഒരാൾക്കും കഴിയില്ല. നേരെ മറിച്ച് അവർക്ക് മനസ്സിലെന്തോ ഒരു തോന്നലുണ്ട്. പിന്നെ അന്തല്ലാത്ത ചില ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അപ്പോ ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, എന്ത്, ഞാനൊരു ലീഗ് വിരുദ്ധനാണോ എന്നൊരു തോന്നലുണ്ട്. അവർക്ക് പോയി പണിയൊക്ക. അവരങ്ങനെ വിചാരിച്ചുകൊണ്ട് എനിക്ക് ഒന്നും വരാനില്ല, നമ്മളത് മൈൻഡ് ചെയ്യണമെന്നല്ല. അവരങ്ങനെ വിചാരിപ്പിച്ചത് ഇവരാണ്, ഈ സുഹാബികളാണ്. സുഹാബികളുടെ കെണിയിൽ അവർ പെട്ടു എന്നത് അവരുടെ വിവരക്കേട്, അത്രേ ഉള്ളൂ. നമ്മൾ വില വെക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള ആശങ്കകൾ അകറ്റാനോ അല്ലെങ്കിൽ ഞാനും ലീഗുകാരനാണ് എന്നെയും കൂടി പരിഗണിക്കണേ എന്ന് പറയാൻ അതിനൊന്നും നമ്മൾ വരില്ല. കാരണം പഴയ ആവേശം എന്തായാലും ഇപ്പല്ല. കാരണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയും മറ്റും തുറന്നു നോക്കിയാൽ സാഹിബാണെങ്കിലും സംഘിയാണെങ്കിലും സഖാവാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഞാൻ എല്ലാ മുസ്ലിം ലീഗിന്റെ ആളുകളെയല്ല ഞാൻ ഈ പറയണത്. നല്ല നല്ല മനുഷ്യന്മാരതിലുണ്ട്, അവരെല്ലാം ഞാൻ ഈ പറയണത്. ലീഗിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായി ആരോപണങ്ങളും
ദുരാരോപണങ്ങളും കുപ്രചരണങ്ങളും അനാവശ്യങ്ങളും പറയുകയും എഴുതുകയും ചെയ്യുന്ന തലതെറിച്ചവരെ കുറിച്ചാണ് ഞാൻ ഈ പറയണത്. നല്ല മനുഷ്യന്മാരെ കുറിച്ചല്ല. അപ്പോ അങ്ങനെ എല്ലാവരും ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം. PMA സലാം സമസ്തയുടെ പ്രസിഡന്റിനെതിരെ സംസാരിച്ചതുപോലെ കേരളത്തിലെ ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ RSS സംസാരിച്ചിട്ടുണ്ടോ? സഖാക്കൾ സംസാരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അവിനെന്താ വ്യത്യാസം? KM ഷാജി സമസ്തയുടെ മുഷാവറ മെമ്പർമാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും തെറിപ്പാട്ടുകളും നടത്തി പ്രസംഗിച്ചു. KM ഷാജി ഒരു നിലവാരമില്ലാത്ത പ്രസംഗം, ഈ സുഹാബികളുടെ ഗണിയിൽപ്പെട്ടിട്ട്. KM ഷാജിക്കെതിരെ നമ്മൾ പ്രതികരിക്കും. KM ഷാജി സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ സംസാരിച്ച അത്ര തീവ്രമായും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചും വേറെ ഇവിടുത്തെ സഖാക്കൾ ആരെങ്കിലും പ്രസംഗിക്കണേ നമ്മൾ കേട്ടിട്ടുണ്ടോ? സംഘികൾ പ്രസംഗിച്ചിട്ടുണ്ടോ? RSSകാർ പ്രസംഗിച്ചിട്ടുണ്ടോ? പിന്നെന്താ ഈ വ്യത്യാസം? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോ ഞാന് അതിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട ആ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഇപ്പോ എന്നതൊരു സത്യ. പക്ഷെ പാർട്ടിയൊന്നും മാറിയിട്ടില്ല. നന്നാക്കി എടുക്കണം നമുക്ക് നമ്മളെ പാർട്ടിനെ. പഴയ പ്രതാപത്തിൽ ദീനുള്ള സുന്നത്ത് ജമാഅത്തുള്ള സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കണം. ഇൻഷാ അല്ലാഹ് മാറ്റിയെടുക്കാം. അതിന് ബോധമുള്ള ദീനി സ്നേഹികളായ എല്ലാ ആളുകളും കൂട്ടായി ശ്രമിക്കുകയും ഇത്തിൽ കണ്ണികളെ അറുത്തു മാറ്റുകയും ചെയ്യൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നടക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആലയാണല്ലോ വലിയവൻ. ഈ കളികളൊക്കെ റബ്ബ് കാണുമല്ലോ. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു നല്ല ദിവസത്തേക്ക് നാളേക്ക് വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഈ രീതിയിലാണ് സുഹൃത്തുക്കളെ പ്രചരണങ്ങളും മറ്റും അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടും വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കിക്കൊണ്ടും വേണം ഈ സമൂഹം മുന്നോട്ട് പോകാൻ. എല്ലാ ഫിത്നയും ഉണ്ടാക്കുന്നത് ഒരു വിഭാഗമാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഇനി കമന്റിൽ വരും, ഈ ഒന്ന് സംസാരം നിർത്തി അവിടെ പ്രശ്നം തീരും, ഇയാണ് ഫിത്ന ഉണ്ടാക്കുന്നത്. ഞാനേ അപ്പോ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ അത് കേട്ടുമുണ്ടാക്കുക. എന്നാ ഞാൻ നല്ല മൂല്യരായി. നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, ജിഫ്രി സയ്യിദുൽ ഉലമയെ കുറിച്ച് നിങ്ങളാ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഫിത്നക്കാരനായി. ഹമീദ് ഫൈസിയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക, ഉമർ ഫൈസിയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക, സമസ്തയുടെ സംവിധാനങ്ങളെ കുറിച്ച്, സുപ്രഭാതത്തെ കുറിച്ച്, SKSSF കുറിച്ച്, സമസ്ത നടത്തുന്ന പ്രോഗ്രാമുകളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക കൗമിനെ. നിങ്ങൾ ആ പറഞ്ഞ രൂപത്തിലല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഫിത്ന ഉണ്ടാക്കുന്ന ആളാകുക. ഞാൻ അതൊക്കെ കേട്ടിട്ട് മുണ്ടാറെങ്ങനെ നിന്ന് അവിടെ ഒരു ഷെയർ ചെയ്താണ്ട് അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു പോരുകയാണെങ്കിൽ നല്ല മൂല്യര്. അതിനെ വേറെ ആളെ നോക്കേണ്ടി വരും. ആ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഇതുപോലെ അങ്ങനെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഫിത്നക്കാരനായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫിത്നക്കാരൻ തന്നെയാണ്, കൂട്ടിക്കോളി. പക്ഷെ ഞാൻ അതിന് പേരിൽ ഇത് നിർത്താൻ പോണില്ല. ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്നോട് കൊത്തി വലിക്കാൻ തീരുമാനിച്ചു, ഒരു ക്യാമ്പയിൻ പോലെ എന്നോട് ഇല്ലാതെയാക്കാൻ, ആരോപണങ്ങൾ, ദുരാരോപണം എന്ത് ചെയ്തിട്ടും ഞാൻ ഉണ്ടാക്കൊന്നുമില്ല. നിങ്ങളായാലും അതുപോലെ അപ്പുറം പറയുന്ന എനിക്കറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയില്ല, മൗനം പാലിക്കാനും തീരുമാനിച്ചിട്ടില്ല. അപ്പോ അതേപോലെ ഖാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് എതിർത്ത് സംസാരിച്ചതിനൊക്കെയാണ് വലിയ വിമർശനം. പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ എന്ന പേര്, ആ പാണക്കാട് എന്ന പേര് അതിലുള്ളത് കൊണ്ട് തന്നെ നമ്മള് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. എന്നോടൊരിക്കൽ സത്താർ സാഹിബോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിലും പാണക്കാട് തങ്ങന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ആവശ്യമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ അവരുടെ മഹല്ലുകളിൽ ഏതൊക്കെ മഹല്ല ഖാലി ആയിട്ടുള്ളതെന്ന് അവർക്ക് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനൊരു ക്രോഡീകരണം, ഏകീകരണം ഉണ്ടാകുന്നത് നല്ല തന്നെയാണ്. സത്താർ സാഹിബ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട്. ആ അർത്ഥത്തിൽ അത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഉമർ ഫൈസിയും പറഞ്ഞല്ലോ, നല്ലതാ. പക്ഷെ അവര് ഖാലിമാരല്ലാത്തടത്തും മറ്റുമൊക്കെ ജില്ലാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലെ സുഹാബികളായി നടക്കുന്ന ആളുകൾ, അതായത് സമസ്ത വിരുദ്ധരായി നടക്കുന്ന ആരൊക്കെ ഉണ്ട് അവരൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് അതിൽ കൂട്ടിക്കൊണ്ടു നിൽക്കുക. ഇങ്ങനെ കമ്മിറ്റികൾ ഉണ്ടാക്കിയപ്പോഴാണ് ഈ പോക്ക് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞത്. അത് പാണക്കാട്ടുകാരോടുള്ള വിരോധമല്ല, ഖാലി സ്ഥാനത്തോടുള്ള വിരോധം കൊണ്ടല്ല, പിന്നെ ഫൗണ്ടേഷൻ കൊണ്ടുള്ള വിരോധമല്ല. പക്ഷേ
നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കാരണം? ഖാലി ഫൗണ്ടേഷന്റെ മറവിലൂടെ അവര് മറ്റു ചില കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താനുള്ള ആലോചനകളും ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് നമുക്ക് പല ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ കിട്ടിയപ്പോഴാണ്. അതൊരർത്ഥത്തിൽ ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖാലി ഫൗണ്ടേഷന്റെ മീറ്റിംഗിൽ എന്തൊക്കെയാ പ്രസംഗിച്ചു കൂട്ടിയത്? സമസ്തക്കെതിരെ, സമസ്തയുടെ നയനിലപാടുകൾക്കെതിരെ, മുഷാവറ മെമ്പർമാർക്കെതിരെ, KA റഹ്മാൻ വൈസിയൊക്കെ എന്തൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. സമസ്തക്ക് സമാന്തരമായി ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് വരെ ചർച്ചകൾ നടത്തിയത് പുറത്തായില്ലേ? അപ്പൊ നമ്മൾ ആ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടില്ലേ? മഹല്ലത്തുകളിലും മറ്റും ഞമ്മക്കാണ് സ്ഥാപനം കൂടുതൽ, ഓൽക്ക് സ്ഥാപനമല്ല. അപ്പൊ രണ്ട് വിഭാഗമാക്കി ഈ ഉമ്മത്തിനെ തിരിച്ച് അങ്ങനെ സമസ്തക്ക് സമാന്തരമായി ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളെ, കുറെ തലതെറിച്ച ആളുകളെയൊക്കെ കൂടെ കൂട്ടിയിട്ട് സമസ്തക്ക് ബദൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ സംവിധാനത്തെ പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്. പാണക്കാട് സാദാത്യങ്ങളുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് എന്ന് വിചാരിക്കാൻ ഇപ്പോൾ നമുക്ക് താല്പര്യമില്ല. ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമാണത്. അദ്ദേഹം പോന്ന ശേഷം അവിടെ നടന്ന ചർച്ചകളെ കുറിച്ച് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം തന്നെ അത് പിരിച്ചുകൂടിയിരുന്നു. ആ രൂപത്തിലുള്ള ചർച്ചകളല്ലേ വന്നത്. ജീവിതത്തിൽ അനൈക്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് ശീലിച്ച ആളുകൾ 89 കാലഘട്ടത്തിൽ മറുവിഭാഗത്തിന്റെ കൂടെ കൂടി ഷംസുൽ ഉലമക്കും കണ്ണിയത്ത് ഉസ്താദിനുമെതിരെ പ്രവർത്തിച്ചു, കുറെ കാലം പ്രവർത്തിച്ചു. ഒരു കാര്യമല്ല എന്ന് കണ്ടപ്പോ നേരെ പുറത്തേക്ക് ചാടി. എന്നിട്ട് ഇപ്പോ 2020 ശേഷം ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കിടന്ന് 89 കളിച്ച അതേ കളി കളിച്ച് ഈ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമം നടത്തുന്ന ചില പ്രായം ചെന്ന മൂല്യമാര്, പേര് പറയണതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, റഹ്മാൻ വൈസിനെ പോലത്തെ ആൾക്കാര്, ഞാൻ പേര് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ തല എത്തിക്കളയാണ്, ഈ ചെത്തിക്കളയട്ടെ. റഹ്മാൻ വൈസി തന്നെ, അദ്ദേഹം തന്നെയാണ് ആ ഫസാദ് ആ ഇന്നലത്തെ പ്രസംഗത്തിൽ എന്തൊക്കെ അയാൾ പറഞ്ഞു കൂട്ടിയത്. അയാൾക്ക് അയാളുടെ മൈശത്താണ് വിഷയം. അയാൾ നടത്തുന്ന സ്ഥാപനം നിലനിന്ന് പോകണം. അതിന് ഈ ഉമ്മത്തിനെ എന്തിനു ഉപദ്രവിക്കുന്നു? ആ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഈ ആദ്യം കളി കളിക്കണം. അതിനു വേണ്ടി കളിക്കുക. വയസ്സും പ്രായമായി ചെന്ന മനുഷ്യന്മാര് 70-80 അടുത്തിട്ടും ഫിതന നിർത്താനും ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാനുമുള്ള സമയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഈ കൗമിനോട് പറയാ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല, ടൈം ഓവർ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ള. ഒരിക്കലും ഇവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് മഹല്ലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്തയെ അടിക്കാനും സമസ്തയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അടിക്കാനും ആരും അങ്ങനെയുള്ള പാലം കെട്ടേണ്ട കാര്യമല്ല. നമ്മൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വക്താക്കളായി, അതിന്റെ അനുഭാവികളായി, ഖാദിമീങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്നത് ആഖിറത്തുള്ള വിജയ. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക. സമസ്തയെ ചെറുതാക്കാനും പരിഹസിക്കാനും നിസ്സാരപ്പെടുത്താനും ആര് ശ്രമിച്ചാലും ആ ശ്രമങ്ങൾക്കെതിരെ മുഖം നോക്കാതെ ശക്തമായി പ്രതികരിക്കുക. അതിന്റെ പേരിൽ എന്ത് ചാപ്പ കുത്തിയാലും അതൊക്കെ അള്ളാഹുവിലേക്ക് വിടുക. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം വ്യാജ പ്രചരണങ്ങളും ദുരാരോപണങ്ങളും ഞാൻ ഇതിന്റെ ഒരു ഒടുവിലത്തെ ഇര മാത്രമാണ്. ഇതന്നെയാണ് നമ്മളെ സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ ഈ കണ്ടകാലം മുഴുവൻ ഈ ഖൗമ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ദുആ ചെയ്തുകൊണ്ട് ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.